ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ പാർട്ട് 3 ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞിരുന്നു, ലേബർ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞു. ലേബർ കോസ്റ്റ് വേരിയൻസിൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് അവസാനിച്ചത്. അപ്പോൾ മൂന്നാമത് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തിൽ ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് തീർത്തത്. അതിന്റെ ആൻസറും ഡിസ്പ്ലേ ചെയ്തിരുന്നു. ആ കാണുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും. ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ ലേബർ കോസ്റ്റ് വേരിയൻസിൽ ഐഡിൽ ഹവർ വന്നു കഴിഞ്ഞാൽ, അബ്നോർമൽ ഐഡിൽ ഹവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അപ്പോ നമ്മുടെ ആൻസർ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ഓൾ ദി ലേബർ കോസ്റ്റ് വേരിയൻസസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ടി ലിമിറ്റഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റാൻഡേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് 72, സെമി സ്കിൽഡ്, സ്കിൽഡ് 72, സെമി സ്കിൽഡ് 48. വർക്കേഴ്സ് എണ്ണമാണ്, ഹവർ അല്ല തന്നിട്ടുള്ളത്. ഹവർലി സ്റ്റാൻഡേർഡ് റേറ്റും തന്നിട്ടുണ്ട്. ആക്ച്വലി എത്ര ലേബേഴ്സ് വർക്ക് ചെയ്തെന്നും, അത് സ്കിൽഡ് 44ഉം സെമി സ്കിൽഡ് 66 എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അവരുടെ ആക്ച്വലി എത്ര ഹവർലി റേറ്റ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ നോർമൽ വർക്കിംഗ് വീക്ക് ഓഫ് 40 ഹവേഴ്സ്, 40 മണിക്കൂറാണ് ഇവർക്ക് അനുവദിച്ചിട്ടുള്ളത് ഒരാഴ്ച. അവർ 108 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പക്ഷെ ഈ ആഴ്ച 40 മണിക്കൂർ ഇവർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് 90 കിലോഗ്രാം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ, ഇത് ഹവർ തരാതെ എണ്ണമാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോ അതിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് ഹവർ 40 ഹവർ തന്നിട്ടുണ്ട്. അപ്പൊ 72 × 40 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് ഹവർ കിട്ടി. സ്കിൽഡിന്റെ, സെമി സ്കിൽഡിന്റെ 48 × 40 എന്ന് പറയുമ്പോൾ സെമി സ്കിൽഡിന്റെ സ്റ്റാൻഡേർഡ് ഹവറും കിട്ടി. അപ്പൊ നമ്മുടെ ഒരു രീതി പറഞ്ഞല്ലോ, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇക്വേഷൻ ഇല്ലാതെ സോൾവ് ചെയ്യാന്നുള്ളത്. ഇക്വേഷൻ എക്സാമിന് വേണം, എന്നാലും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇവരിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ 72 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര വരും? 72 × 40, 7 4 28, 24 8, 2880 ഹവർ വരും. 2880 ഹവർ, അഥവാ 72 × 40. ഓക്കെ, മറ്റേത് 48 × 40. 48 × 40 എത്ര ഹവർ വരും? ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കട്ടെ. കാൽക്കുലേറ്റർ ഒന്ന് എടുത്തു വെച്ചോട്ടെ. ഫോർട്ടി 1920 ഹവേഴ്സ് വരും. 72 × 40 കറക്റ്റ് തന്നെയല്ലേ? 72 × 40, 2880 ഹവർ. അപ്പൊ ടോട്ടല് 2880 ഹവറും പ്ലസ് 1920 ഹവറും, ഇതാണ് സ്റ്റാൻഡേർഡ് ഹവർ. നമുക്ക് ഏകദേശം 4800 ഹവർ വരും. 4800 ഹവേഴ്സ് ആണ് ഏകദേശം വരിക. അപ്പൊ 4800 ഹവറില് 4800 ഹവറിൽ ഇവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത്? ഇവരോട് 108 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 108 kg ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 108 kg ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇവരുടെ റേറ്റ് തന്നിട്ടുണ്ട് 20 രൂപ 10 രൂപ. 20 10 ഇതാണ്
പെർ ഹവർ റേറ്റ്. അപ്പോ സ്കിൽഡ് സെമി സ്കിൽഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് സംഗതികൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ആക്ച്വലി ഇവരെങ്ങനെയാണോ വർക്ക് ചെയ്തത് നോക്കാം. അപ്പൊ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ നമ്മുടെ വേരിയൻസ് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്തത് നോക്കാം. ആക്ച്വലി 44 സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും 66 സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ 44, 66 സെമി സ്കിൽഡും ആണ് വന്നത്. 44, 72 പേരുടെ കാര്യം പറഞ്ഞ 44 പേരാണ് വന്നത്. 48 പേരുടെ കാര്യം പറഞ്ഞ 66 ആൾക്കാർ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഇൻറ്റു 40 ഹവേഴ്സ് അവർ വർക്ക് ചെയ്തു, ഇൻറ്റു 40 അപ്പൊ 44 ഇൻറ്റു 40, 66 ഇൻറ്റു 40. ജസ്റ്റ് കാൽക്കുലേറ്റർ നോക്കാം. 44 ഇൻറ്റു 40, 1760 ഹവേഴ്സ്. 66 ഇൻറ്റു 40, 2640 ഹവേഴ്സ്. 2640 ഹവേഴ്സ്. അപ്പൊ 1760ഉം 2640ഉം 4400 ഹവേഴ്സ് വർക്ക് ചെയ്തു. റേറ്റിൽ മാറ്റം വന്നല്ലോ. റേറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25 രൂപ, 20 രൂപ. അപ്പൊ റേറ്റ് 25 രൂപ, 20 രൂപ. പ്രൊഡക്ഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ എത്രയാ വന്നേ? പ്രൊഡക്ഷൻ ക്വസ്റ്റ്യനിലുണ്ട് 90 കിലോഗ്രാം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ 90 kg പ്രൊഡക്ഷൻ വന്നുള്ളൂ. അപ്പോ 108 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4800 ഹവർ വേണമെന്ന് പറഞ്ഞപ്പോ 90 കിലോഗ്രാമെ പ്രൊഡ്യൂസ് ചെയ്തിട്ടു 4400 ഹവർ ആണ് എടുത്തത്. അപ്പോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ആക്ച്വൽ പ്രൊഡക്ഷൻ എത്ര സമയം വേണം? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 108 കിലോഗ്രാമിന് 4800 മണിക്കൂർ വേണമെന്നാ. 108 കിലോഗ്രാമിന് 4800 മണിക്കൂർ വേണം. അപ്പോ 90 കിലോഗ്രാമിന് എത്ര മണിക്കൂർ മതി? അതാണ് നോക്കേണ്ടത്. അപ്പൊ 108 കിലോഗ്രാമിന് 4800 മണിക്കൂർ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 4800 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 90. അപ്പോ 4800 ഡിവൈഡ് ബൈ 108 അടിച്ചാൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ വേണമെന്ന് കിട്ടും. 4800 ഡിവൈഡഡ് ബൈ 108 അടിച്ചാൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടും. ഇൻറ്റു 90 അടിച്ചു കഴിഞ്ഞാൽ 90 എണ്ണത്തിന്റെ സമയം കിട്ടും. 90 എണ്ണത്തിന് ആക്ച്വലി 4000 ഹവേഴ്സ് മതിയായിരുന്നു. പക്ഷെ നമ്മൾ എത്ര സമയം എടുത്തു? നമ്മൾ എടുത്തിരിക്കുന്ന സമയം 4400 ഹവേഴ്സ് ആണ്. അപ്പോൾ ആക്ച്വലി സ്റ്റാൻഡേർഡ് അവിടെ വ്യത്യാസം വന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണ്. ഇതിന് നമുക്ക് സ്കിൽഡും സെമി സ്കിൽഡേക്കും മാറ്റാം. നമുക്കറിയാം 72ഉം 48ഉം ആണ് നമ്മുടെ റേഷ്യോ. അപ്പൊ വേണമെങ്കിൽ അതിനെ ചെറുതാക്കാം. ചെറുതാക്കുന്നെങ്കിൽ 72-48 എന്നുള്ള രീതിയിലാക്കാം. ചെറുതാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 12:12 8:48 12:8 അല്ലെങ്കിൽ 6:4 3:2 3:2ലേക്ക് വരും. ഓക്കെ, അപ്പൊ 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോ സ്കിൽഡ് സെമി സ്കിൽഡ് ഇപ്പൊ 4000ന്റെ 3 ഭാഗം, മൊത്തം 5 ഭാഗത്തിൽ 3 ഭാഗം, 4000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3, 2400 ഹവർ ആണ് സ്റ്റാൻഡേർഡ് സ്കിൽഡിന് വേണ്ടത്.
അവരെത്രയുള്ള 1760 ഹവർ എടുത്തിട്ടുള്ളൂ. ഓക്കെ. സെമി സ്കിൽഡിന് പിന്നെ 4000 ബാക്കി 4000 കഴിച്ചാല് മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് 1600 ഹവേഴ്സ്. അവരെത്ര ഹവർ എടുത്തു? അവർ 2640 ഹവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡിന്റെ കേസ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ കിട്ടി. ആക്ച്വലി 90 കിലോഗ്രാം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ? 4800 മണിക്കൂർ 108 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ 1 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോഗ്രാം കിട്ടും. ഇൻറ്റു 90 അടിച്ചു കഴിഞ്ഞാൽ 4000 മണിക്കൂർ എന്നുള്ള രീതി കിട്ടും. അതില് സ്റ്റാൻഡേർഡ് സ്കിൽഡിന് വേണ്ടത് 2400, സെമി സ്കിൽഡിന് 1600. ആക്ച്വലി എത്ര എടുത്തത്? 1760 ഹവേഴ്സ് എടുത്തിട്ടുണ്ട് ആക്ച്വൽ. ഇവിടെ ആക്ച്വല് 2640 ഹവർ. അപ്പൊ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഏതാണ്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ അല്ലെങ്കിൽ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ. ഞാൻ പറഞ്ഞു എന്താ ഇതിന്റെ മീനിങ്? ആക്ച്വൽ ടോട്ടൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. അപ്പൊ ആക്ച്വൽ ടോട്ടൽ ഹവർ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഏതാ ആക്ച്വൽ ടോട്ടൽ ഹവർ? 4400 ഹവേഴ്സ് ആണ് ആക്ച്വൽ ടോട്ടൽ ഹവർ. അപ്പം ആക്ച്വൽ ടോട്ടൽ ഹവർ ആയ 4400 ഹവേഴ്സിനെ സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീതിക്കുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് റേഷ്യോ 3:2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 4400 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3, 2640 സ്കിൽഡിന്റെ കേസിൽ വരും. സെമി സ്കിൽഡിന്റെ കേസിൽ ബാക്കി 4400 2640 കഴിച്ചാൽ 1760 ഹവർ. ഇതാണ് RSH. ആക്ച്വലോ? ആക്ച്വല് 1760 2640. ഇതാണ് ആക്ച്വൽ. ഇനി നമുക്ക് സിംപ്ലി ഇക്വേഷൻ എഴുതിയാൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എന്താണ്? നമ്മുടെ ലേബർ റേറ്റ് വേരിയൻസ് ആദ്യം എഴുതാം. സ്കിൽഡ് ഉണ്ട്, സെമി സ്കിൽഡ് ഉണ്ട്. ഇക്വേഷൻ നമുക്ക് അറിയാം. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് രണ്ടിന്റെ ഉണ്ട്. 20 സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വലി 25 മറ്റേത് 10 ആക്ച്വലി 20. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യനിലുള്ള? സോറി, ആക്ച്വലി 5 കേട്ടോ. സോറി, ആക്ച്വലി 5. 20, 10, 25, 5. അപ്പോ സ്റ്റാൻഡേർഡ് റേറ്റ് 20, 25. 20 മൈനസ് 25, 5 രൂപ അധികം. മറ്റേത് 10 മൈനസ് 5, 5 രൂപ കുറവ്. ആക്ച്വൽ ഹവർ 1760 ഹവർ, 2640 ഹവർ. അപ്പോ നമുക്ക് 20 മൈനസ് 25, 5 ഇൻറ്റു 1760, 8800. 5 ഇൻറ്റു 2640, 13200. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്, അഡ്വേഴ്സ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഫേവറബിൾ ആണ്. അപ്പൊ 13200 നിന്ന് 8800 മൈനസ് ചെയ്താല് 4400 ഫേവറബിൾ. റേറ്റ് വേരിയൻസ്, ലേബർ റേറ്റ് വേരിയൻസ് 4400 ഫേവറബിൾ. ലേബർ റേറ്റ് വേരിയൻസ് 4400 ഫേവറബിൾ. ഓക്കെ. അടുത്തത് നമുക്ക് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, സ്കിൽഡ്, സെമി സ്കിൽഡ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാ. സ്റ്റാൻഡേർഡ് ഹവർ സ്കിൽഡിന്റെ 2400 ഹവർ ആണ്.
2400 ഹവർ, ആക്ച്വല് 1760 സെമി സ്കിൽഡ് സെമി സ്കിൽഡിന്റെ 1600 സ്റ്റാൻഡേർഡ് ഹവർ, ആക്ച്വലി 2640 റേറ്റ് നമുക്കറിയാം 20-10. അപ്പൊ 2400 മൈനസ് 1760 ഇൻറ്റു 20, 12800 ഫേവറബിൾ പോസിറ്റീവ് അല്ലേ? രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. 1600 മൈനസ് 2640 ഇൻറ്റു 10, 10400 അഡ്വേഴ്സ് പ്ലസ് 12800, 2400 ഫേവറബിൾ. ആൻസർ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. 2400 ഫേവറബിൾ. 2400 ഫേവറബിൾ. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ആയി 3 മിക്സ് വേരിയൻസ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഉണ്ട്, സ്കിൽഡ് ഉണ്ട്, സെമി സ്കിൽഡ് ഉണ്ട്. അപ്പൊ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടതിനുണ്ട് 2640 1760. സ്റ്റാൻഡേർഡ് റേറ്റ് 20, മറ്റേത് 1760 2640. നേരെ തിരിച്ച് 1760 മൈനസ് 2640, സ്റ്റാൻഡേർഡ് റേറ്റ് 10. അപ്പോ 2640 മൈനസ് 1760 ഇൻറ്റു 20, 17600 ഫേവറബിൾ പോസിറ്റീവ് ആണ്. 1760 മൈനസ് 2640 ഇൻറ്റു 10, 8800 അഡ്വേഴ്സ് ആണ്. അപ്പോ 8800 ഫേവറബിൾ. മിക്സ് വേരിയൻസ് ആണോ? മിക്സ് വേരിയൻസ് 8800 ഫേവറബിൾ. ഈൽഡ് വേരിയൻസ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എടുക്കാം. ലേബർ ഈൽഡ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്കിൽഡ് ഉണ്ട്, സെമി സ്കിൽഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ നേരത്തെ എത്രയാ? 2400, റിവൈസ്ഡ് 2640 20. സ്റ്റാൻഡേർഡ് ഹവർ സെമി സ്കിൽഡിന്റെ 1600, റിവൈസ്ഡ് 1760 ഇൻറ്റു 10. അപ്പോ കാൽക്കുലേറ്ററിലേക്ക് പോയ 2400 മൈനസ് 2640 ഇൻറ്റു 20, 4800 അഡ്വേഴ്സ്. 1600 മൈനസ് 1760 ഇൻറ്റു 10, 1600 അഡ്വേഴ്സ്. ടോട്ടല് മൈനസ് 4800, 6400 അഡ്വേഴ്സ്. അപ്പോ LEVയും LRVയും കൂട്ടിക്കഴിഞ്ഞാല് 4400 2400, 4ഉം 2ഉം 6, 6800. ഇക്വേഷൻ നമ്മുടെ LCVയുടെ ഇക്വേഷൻ ഇട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. രണ്ട് സ്കിൽഡും സെമി സ്കിൽഡും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. LMVയും LYVയും കൂട്ടിക്കഴിഞ്ഞാൽ 8800 ഫേവറബിൾ, 6400 അഡ്വേഴ്സും. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ 2400 ഫേവറബിൾ. അതാണ് നമ്മുടെ LEV. ഓക്കെ, LMVയും LYVയും കൂട്ടി. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോ സിമ്പിൾ ആണ്. ഇതിൽ കൺഫ്യൂഷൻ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന കൺഫ്യൂഷൻ പൊതുവെ പറയാറുള്ളത് ഇത് 72 എണ്ണ അല്ല, ഇതെങ്ങനെയാണ് ഹവർ ആക്കുന്നതാണ്. ഇവിടെ 40 ഹവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 40 അടിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു മാൻ ഹവേഴ്സ് കിട്ടും. ഒരാൾ 40 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അതുപോലെ 72 ആൾക്കാർ 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഹവർ വരും. ഓക്കെ, അതുപോലെ തന്നെ ആക്ച്വലിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത്ര ഇതിലുള്ള കൺഫ്യൂഷൻ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വ്യത്യസ്തമായ സംഗതിയിലേക്ക് പോകാം. ഇത് ഐഡിൽ
ഹവർ ഉള്ള കേസാണ്. ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നു ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. സാധാരണഗതിയിൽ ഒന്നുകൂടി പറയാം, നമ്മൾ അത് കാണിക്കാം. ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് വേരിയൻസിന്റെ സാധാരണഗതിയിലുള്ള ഇക്വേഷൻ ഫോർമാറ്റ് അറിയാം. LCV സ്റ്റാൻഡേർഡ് ഹവറിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവറിന്റെ ആക്ച്വൽ റേറ്റ്. LRV സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റിന്റെ ആക്ച്വൽ ഹവർ. ഐഡിൽ ടൈം അഥവാ അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ ഐഡിൽ ഹവർ ഓൾവേസ് അഡ്വേഴ്സ് ആണ്. ഐഡിൽ ഹവർ ഇൻറ്റു എത്രയാണോ നമ്മുടെ സമയം വെറുതെ പോയിരിക്കുന്നത് അത്രയും സമയത്തെ നമ്മുടെ നഷ്ടം, അതാണ് ഐഡിൽ ടൈം വേരിയൻസ്. LEV കാണുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യാറ്. ഇവിടെ ഐഡിൽ ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആക്ച്വൽ ഹവർ എടുക്കുന്നില്ല, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എടുത്താൽ മതി. ഞാൻ അന്ന് എക്സാമ്പിൾ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ എന്റെ വീട്ടിൽ പറമ്പിൽ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പണിക്കാരന് വരാൻ പറഞ്ഞു. നാളെ രാവിലെ വരണം എന്ന് പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്കാണ് അയാൾ വരേണ്ടത്. അയാൾ 10 മണിക്ക് കറക്റ്റ് വന്നു. പക്ഷെ എനിക്ക് മറന്നുപോയി, ഞാൻ വീട് കൂട്ടി വേറെ സ്ഥലത്ത് പോയി. അപ്പൊ അയാൾ എന്നെ വിളിച്ചു. അയാൾ പറയുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, പണി തുടങ്ങണ്ടേന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനിങ്ങനെ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ തിരിച്ച് ഞാൻ രണ്ടാമത് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 12 മണിയായി. അതുവരെ 2 മണിക്കൂർ അയാൾ എന്ത് ചെയ്തു, അവിടെ വെറുതെ ഇരുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കറക്റ്റ് ആയിട്ട് 10 മണിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് 10 മണിക്ക് വന്നതിന്റെ കൂലി കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം അയാൾക്ക് 10 മണി മുതൽ 5 മണി വരെയാണ് കൂലിയെങ്കിൽ അത്രയും സമയത്തെ കൂലി തന്നെ കൊടുക്കണം. കാരണം അയാളുടെ തെറ്റല്ല പണിയില്ലാത്തത്. ഞാൻ തിരിച്ചു വരുമ്പോൾ 12 മണി, 2 മണിക്കൂർ അയാളുടെ അടുത്ത് പോയി. അപ്പൊ അയാളുടെ എഫിഷ്യൻസി നമ്മൾ അളക്കുന്ന സമയത്ത് അയാളുടെ 10 മണി മുതൽ 5 മണി വരെ പണിയെടുക്കേണ്ട എഫിഷ്യൻസി അളന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അയാൾ പണിയെടുത്ത സമയം APH, ഞാൻ സാധാരണഗതിയിൽ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, APH എന്ന് പറഞ്ഞാൽ അയാൾ പണിയെടുത്ത ഹവർ. ഓക്കെ, അഥവാ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. അയാൾ 12 മണി മുതലാണ് പണിയെടുത്തത്. അപ്പൊ 12 to 5 വരെയുള്ള എഫിഷ്യൻസി മാത്രമേ നമുക്ക് അളക്കാൻ പറ്റത്തുള്ളൂ. അതുവരെയുള്ള 2 മണിക്കൂർ ഐഡിൽ ഹവർ ആയിട്ട് പോയി, അബ്നോർമൽ ഐഡിൽ ഹവർ ആയിട്ട് പോയി. അപ്പൊ നമ്മള് LEV ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണുമ്പോൾ ആക്ച്വൽ ഹവറിന് പകരം എടുക്കേണ്ടത് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ഞാൻ പറയുന്ന കോഡ് അയാൾ പണിയെടുത്ത ഹവർ. ഞാൻ എന്റെ വീട്ടിൽ വിളിച്ച ആള് പണിയെടുത്ത ഹവർ. ഓക്കെ, 2 മണിക്കൂർ അയാളുടെ എഫിഷ്യൻസി അളക്കാൻ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം അയാൾ പണിയെടുത്തിട്ടില്ല, നമ്മളെ കൊണ്ട് അയാൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. കമ്പനികളിൽ മെഷീൻ ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ കാരണം ഇലക്ട്രിസിറ്റി പോകുന്നതൊക്കെ കാരണം അബ്നോർമൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തൊഴിലാളികൾ അവിടെ ഉണ്ടാവും, പക്ഷെ പണിയെടുക്കാൻ പറ്റില്ല. എഫിഷ്യൻസി അളക്കുമ്പോൾ അവിടെ വെറുതെ ഇരുന്ന സമയം അളക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി അവർക്ക് പണിയെടുക്കാൻ എത്ര സമയം കിട്ടിയിട്ടുണ്ടോ അത്രയും ഹവറാണ് നമുക്ക് എഫിഷ്യൻസി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണുമ്പോൾ ആക്ച്വൽ ഹവറിന് പകരം ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ആക്ച്വൽ ഹവറിൽ നിന്ന് ഐഡിൽ ഹവർ മൈനസ് ചെയ്തിട്ടുള്ളതാണ്. അബ്നോർമൽ ആണ് ഉദ്ദേശിക്കുന്നത്, നോർമൽ ഐഡിൽ അല്ല. ഐഡിൽ ഹവർ മൈനസ് ചെയ്തിട്ടുള്ളതാണ് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. അതുപോലെ തന്നെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കാണുമ്പോഴും സാധാരണഗതിയിൽ നമ്മൾ ഈസി ആയിട്ട് പറയാറുള്ളതാണ് ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. ഈ കേസിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ RIHലേക്ക് പോകുമ്പോൾ ആക്ച്വൽ ഹവേഴ്സ് ഇൻ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ, ആക്ച്വൽ ഹവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വൽ ഹവർ അല്ല, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ, ഐഡിൽ ഹവർ ഇല്ലെങ്കിൽ ആക്ച്വൽ ഹവർ ഇൻ സ്റ്റാൻഡേർഡ് റേഷ്യോ തന്നെ, സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ ആക്ച്വൽ ഹവർ, ഐഡിൽ ഹവർ ഉണ്ടെങ്കിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ, അവർക്ക് പണിയെടുക്കാൻ കിട്ടിയ സമയം, പ്രൊഡക്റ്റീവായിട്ട് പണിയെടുക്കാൻ കിട്ടിയ സമയം ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഐഡിൽ ഹവർ, അബ്നോർമൽ ഐഡിൽ ഹവർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഗ്യാങ് ഓഫ് വർക്കേഴ്സ് നോർമലി കൺസിസ്റ്റ് ഓഫ് 30 men, 15 women, 10 boys. ഒരു ഗ്യാങ്ങിൽ 30 മെന്ന്, 15 വുമൺ, അതുപോലെ തന്നെ 10 ബോയ്സ് ഉണ്ട്. 10 ബോയ്സ് ഉണ്ട്. ദേ ആർ പെയ്ഡ് അറ്റ് സ്റ്റാൻഡേർഡ് ഹവർലി റേറ്റ്സ് അണ്ടർ. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവരുടെ റേറ്റ് മെന്നിന് 8 രൂപയാണ് ഒരു ഹവറിൽ, വുമൺ 6 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, ബോയ്സിന് 4 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ വർക്കിംഗ് വീക്ക് ഓഫ് 40 hours, 40 മണിക്കൂർ. നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ 40 മണിക്കൂറാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും 40 into 30 ആയിരിക്കും സ്റ്റാൻഡേർഡ് ഹവർ ഫോർ മെൻ. 40 into 15 ആയിരിക്കും സ്റ്റാൻഡേർഡ് ഹവർ ഫോർ വുമൺ. 40 into 10 ആയിരിക്കും സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ബോയ്സ്.
അവർ 2000 യൂണിറ്റ്സ് ആ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2000 യൂണിറ്റ്സ് ആണ് അവർക്ക് അനുവദിച്ച് അവർ ആ സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ദ വീക്കെൻഡ് 31 ഡിസംബർ, ഇനി അത് ആ വീക്കിലേക്കുള്ള വർക്ക് നോക്കി 30 മെൻ വരേണ്ട അടുത്ത് 40 മെൻ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 30 മെൻ വരേണ്ട അടുത്ത് 40 മെൻ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 15 വിമൻ വരേണ്ട അടുത്ത് 10 വിമനെ വന്നിട്ടുള്ളൂ. 10 ബോയ്സ് വരേണ്ട അടുത്ത് 5 ബോയ്സ് ആണ് വന്നത്. അപ്പൊ ആക്ച്വലും കിട്ടി. ഇതിന്റെ ഹവർ നമുക്കറിയാലോ, 40 മെൻ വന്നു ഇൻറ്റു 40 ഹവർ ഉണ്ടല്ലോ ഒരാഴ്ച എന്ന് പറയുമ്പോൾ. അപ്പൊ ആക്ച്വൽ കിട്ടുന്നു. 15ന്റെ അടുത്ത് 10 വിമണ വന്നത്, 40 ഹവർ, അതും ഹവർ കിട്ടുന്നു. 10 ബോയ്സ് വരുന്നിടത്ത് 5 ബോയ്സാ വന്നത്, 5 ഇൻറ്റു 40, അത്രയും ഹവർ ബോയ്സും പണിയെടുത്തു. കൂലി 8 നേരത്തെ പറഞ്ഞത്, അത് 7 6 പറഞ്ഞത് 6.5 4 പറഞ്ഞത് 3 ഇപ്പൊ ഇങ്ങനെയാണ് കൂലി ഉള്ളത്. അതിനിടയിൽ 4 മണിക്കൂർ ഡ്യൂ ടു അബ്നോർമൽ ഐഡിൽ ടൈം, 4 മണിക്കൂർ നഷ്ടപ്പെട്ടു, പണിയെടുക്കാൻ പറ്റിയില്ല. ഓക്കെ, 2000 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ പറഞ്ഞത്, 1600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2000 യൂണിറ്റിന് ഇത്ര സമയം എങ്കിൽ 1600 യൂണിറ്റിന് എത്ര സമയം, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അപ്പോ ജസ്റ്റ് നമ്മൾ ടിപ്പിക്കലി നമ്മൾ പൊതുവെ വരക്കുന്ന ഗ്രാഫ് ഇതാണ്. അതിന്റെ കൂടെ ഒന്നും കൂടി കൂടുന്നുണ്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വൽ അബ്നോർമൽ ഐഡിയൽ ടൈം ഉള്ളത് കൊണ്ട് ആക്ച്വൽ ഹവർ എഫിഷ്യൻസിയോ അല്ലെങ്കിൽ മിക്സ് വേരിയൻസോ ഈൽഡ് വേരിയൻസോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഹവർ എടുക്കാൻ പറ്റില്ല, കാരണം കുറെ സമയം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എടുക്കണ്ട. അപ്പൊ രണ്ട് ആക്ച്വൽ ഹവറിൻ്റെതും ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവറിൻ്റെതും ഗ്രാഫ് ചെയ്യുന്നു. ഇപ്പൊ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ 30 മെന്ന് 40 മണിക്കൂർ വർക്ക് ചെയ്താൽ 1200 ഹവർ വർക്ക് ചെയ്യും. 8 രൂപയാണ് അവരുടെ റേറ്റ്. 15 വിമൺ 40 മണിക്കൂർ ചെയ്താൽ 600 ഹവർ വർക്ക് ചെയ്യണം, 6 രൂപയാണ് ഹവർലി റേറ്റ്. ബോയ്സ് 10 ബോയ്സ് 40 മണിക്കൂർ വർക്ക് ചെയ്താൽ 400 മണിക്കൂർ വർക്ക് ചെയ്യണം, 4 രൂപയാണ് അവരുടെ ഹവർലി റേറ്റ്. ടോട്ടൽ 2200 ഹവർ കൊണ്ട് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 2200 ഹവർ കൊണ്ട് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ആക്ച്വലി എടുത്തു നോക്കിയപ്പോ 40 മെൻ 40 മണിക്കൂർ വർക്ക് ചെയ്തു, 1600 ഹവർ വർക്ക് ചെയ്തു, 7 രൂപ കൂലി കൊടുത്തു. 10 വിമൺ 40 മണിക്കൂർ വർക്ക് ചെയ്തു, 400 ഹവർ വർക്ക് ചെയ്തു, 6.5 രൂപ കൂലി കൊടുത്തു. 5 ബോയ്സ് 40 മണിക്കൂർ വർക്ക് ചെയ്തു, അപ്പോ 200 ഹവർ വർക്ക് ചെയ്തു, 3 രൂപ കൂലി കൊടുത്തു. അപ്പൊ 2200 ഹവർ, 40 മണിക്കൂറാണല്ലോ, അപ്പൊ 2200 ഹവർ ആക്ച്വലി വർക്ക് ചെയ്തു. പക്ഷെ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞെടുത്ത് 1600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇതിലുള്ള പ്രശ്നം അബ്നോർമൽ ഐഡിയൽ ഹവർ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അബ്നോർമൽ ഐഡിയൽ ഹവർ പരിഗണിച്ചിട്ടില്ല, കാരണം ഇവര് ഫുൾ ടൈം അവിടെ പ്രസന്റ് ആയിരുന്നു. നമുക്ക് ഇവരുടെ ഫുൾ കൂലി കൊടുത്തേ പറ്റൂ. നമ്മുടെ കമ്പനിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അബ്നോർമൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, കമ്പനിയുടെ ലോസ് ആണ്. അപ്പോ ഇത് ആക്ച്വൽ ഹവർ ആണ്, ഈ പറഞ്ഞതൊക്കെ ആക്ച്വൽ ഹവർ ആണ്. ഇവിടെ അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ടായത് കൊണ്ട്, അബ്നോർമൽ ഹവർ ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ അബ്നോർമൽ ഐഡിൽ ഹവർ ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്തുകൂടി കാണണം, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ കൂടി കാണണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 മണിക്കൂർ ഇവർ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എങ്ങനെയാ 4 മണിക്കൂർ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് 40 മെന്നിനും 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ 160 മണിക്കൂർ അവരുടെ ഐഡിൽ ടൈമായി. 10 വിമണിന് 4 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ 40 ഹവർ എന്തായി, 40 ഹവർ ഐഡിൽ ഹവറായി. 5 ബോയ്സിന് 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ 20 ഹവർ എന്തായി, ഐഡിൽ ഹവറായി. അപ്പൊ 220 ഹവർ ഐഡിൽ ഹവർ ആയിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഐഡിൽ ഹവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ ഹവറിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. നമ്മുടെ ആക്ച്വൽ ഹവർ 1600 നിന്ന് 160 ഹവർ മൈനസ് ചെയ്താൽ നമുക്ക് 1440 കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് 40 ഹവർ ആണല്ലോ ഒരാഴ്ച പറഞ്ഞിരിക്കുന്നത്, അതിൽ 4 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 36 ഹവറെ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 40 മെന്ന് 36 ഹവർ വർക്ക് ചെയ്യുമ്പോൾ 1440 ഹവർ ആണ് വർക്കിംഗ് വരിക. 10 വിമൺ 36 ഹവർ വർക്ക് ചെയ്യുമ്പോൾ 360 വരും, എന്ത് വരില്ല, 400 വരില്ല. 5 ബോയ്സ് 36 ഹവർ വരുമ്പോൾ 180 ഹവറേ വരും. അപ്പൊ ടോട്ടൽ 1980 ഹവർ ആണ് എന്ത്, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ഐഡിൽ ഹവർ കഴിച്ചിട്ട് 2200 ഹവർ ആണ് അവർ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്.
പക്ഷെ 1980 ഹവർ അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 220 ഹവർ അവർക്ക് ഐഡിലായിട്ട് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമുക്ക് ആക്ച്വൽ ഹവറും കിട്ടി, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ കിട്ടി, ഐഡിൽ ഹവറും കിട്ടി, എല്ലാം കിട്ടി. ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2200 ഹവർ ആണെങ്കിൽ അപ്പോ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹവർ വേണം? അപ്പോ 2200 ഹവർ എന്തിനാ? 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2200 ഡിവൈഡഡ് ബൈ 2000. അപ്പൊ ഒരു യൂണിറ്റിന്റെ സമയം കിട്ടും. ഇൻറ്റു 1600 യൂണിറ്റ്. അപ്പൊ 1600 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആക്ച്വലി 1760 ഹവറേ വേണ്ടുള്ളൂ. ക്ലിയർ? ആക്ച്വലി 1760 ഹവറേ വേണ്ടുള്ളൂ. മെന്നിന്, വിമന്, ബോയ്സിന് സ്റ്റാൻഡേർഡ് ഹവർ വീതിച്ചു കൊടുക്കുക. അവരുടെ റേഷ്യോ എന്താ? റേഷ്യോ 12:6:4. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 6:3:2. എങ്ങനെ വേണം ചെയ്യാം? അല്ലെങ്കിൽ 3:1.5:10. അത് നിങ്ങൾക്ക് അറിയാലോ മാത്സ്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ ഞാനിവിടെ 12:6:4 എന്നുള്ള റേഷ്യോയിൽ എടുത്തത്. ഇപ്പൊ 2200 മണിക്കൂർ വേണ്ടത് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ 1600 മണിക്കൂർ വേണ്ടത് 1600 യൂണിറ്റിന് എത്ര ഹവർ വേണം? 1760 ഹവർ വേണം. അത് മെന്നിന് എത്ര, വിമണിന് എത്ര, ബോയ്സിന് എത്ര? അപ്പൊ സ്റ്റാൻഡേർഡ് നമുക്ക് ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ആണ് കിട്ടുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വൽ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. ആക്ച്വൽ ഇവിടെ നമ്മള് പിന്നെ ഇപ്പൊ പ്രൊഡക്റ്റീവ് ആക്ച്വൽ ലേബർ റേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നേരെ ആക്ച്വൽ ഹവർ എടുത്താൽ മതി. കാരണം അവർക്ക് മെഷീൻ കംപ്ലൈന്റ് ആയെന്ന് വെച്ചാൽ കൂലി കൊടുക്കാൻ പറ്റത്തില്ല. കൂലി എന്തായാലും കൊടുത്തേ പറ്റൂ. പക്ഷെ അവരുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? പ്രൊഡക്റ്റീവ് ഹവർ എടുത്താൽ മതി. അതുപോലെ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആക്ച്വൽ ഹവർ എത്രയാണോ സാധാരണ പറയുന്ന ആക്ച്വൽ ഹവർ എത്രയാണോ അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ആക്കാനാ പറഞ്ഞത്. ഐഡിൽ ടൈം ഉണ്ടാകുമ്പോൾ ആക്ച്വൽ ഹവർ അല്ല എടുക്കുന്നത്, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എടുക്കുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിലേക്ക് വീതിക്കുന്നതാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ. കേട്ടു നോക്കുക ആവർത്തിച്ച്. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ അത് 12:6:4 വീതിക്കുമ്പോൾ RSH എന്ന് പറയുന്നത് 1080, 540, 360. എന്നെ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലേബർ റേറ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ഹവർ എടുക്കുന്നു. ലേബർ എഫിഷ്യൻസി വേരിയൻസോ ലേബർ മിക്സ് വേരിയൻസോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ് നമ്മൾ എടുക്കുന്നത്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ. അപ്പൊ ലേബർ റേറ്റ് വേരിയൻസിന് ഇക്വേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. ആക്ച്വൽ ഹവർ അതിനാണ് ആക്ച്വൽ ഹവറിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുന്നത്, ഈ ഒറ്റ വേരിയൻസിനാണ്. അപ്പോ റേറ്റ് മെന്നിന്റെ 8 ആണ്, ആക്ച്വൽ 7 ആണ്, 1600 ആണ് ആക്ച്വൽ ഹവർ. ഫസ്റ്റ് ആക്ച്വലിന്റെ ഗ്രാഫ് 1600 ഹവർ, വിമന്റെ 400 ഹവർ ആക്ച്വല്, ബോയ്സിന്റെ 200 ഹവർ ആക്ച്വൽ. 1600, 400, 200 അവരുടെ റേറ്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 1600 ഫേവറബിൾ വരും ലേബർ റേറ്റ് വേരിയൻസ്. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ് ചെയ്യുമ്പോഴോ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് സാധാരണ ഐഡിൽ ഹവർ ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ആണ്. ഇവിടെ ഐഡിൽ ഹവർ ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് അയാൾ പണിയെടുത്ത ഹവർ. ഓക്കെ, സിംപ്ലി അയാൾ പണിയെടുത്ത ഹവർ, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. അപ്പൊ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോ റേറ്റ് വേരിയൻസിൽ ആക്ച്വൽ ഹവർ എടുക്കുന്നു, എഫിഷ്യൻസി വേരിയൻസിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എടുക്കുന്നു. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഹവറിൽ നിന്നും ഐഡിൽ ഹവർ മൈനസ് ചെയ്താൽ. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവറിന്റെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് 1440, 360, 180. ഐഡിൽ ഹവർ 40 മണിക്കൂറിൽ നിന്ന് 4 മൈനസ് ചെയ്ത് 36 ആക്കിയിട്ടാണ് നമ്മളത് കണ്ടെത്തിയത്. അപ്പോ സ്റ്റാൻഡേർഡ് ഹവർ 960 മൈനസ് 1440 ഇൻറ്റു 8 അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ 2560 അഡ്വേഴ്സ് വരും. മെന്നിൻ്റെത് 3840 അഡ്വേഴ്സ്, വിമൺ 720 ഫേവറബിൾ, ബോയ്സ് 560 ഫേവറബിൾ. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക.
അപ്പൊ ഇവിടെ ലേബർ റേറ്റ് വേരിയൻസും ലേബർ എഫിഷ്യൻസി വേരിയൻസും വന്നു. ഐഡിൽ ടൈം ഉള്ളതുകൊണ്ട് ഐഡിൽ ടൈം വേരിയൻസും വന്നു. ലേബർ ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസിന്റെ ഒരു പ്രത്യേകത എന്താ? ഈസ് ഓൾവേസ് അഡ്വേഴ്സ്. ഐഡിൽ ടൈം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അഡ്വേഴ്സ് ആയിരിക്കും. അപ്പൊ അതെല്ലായ്പ്പോഴും നെഗറ്റീവ് ആണ്. അപ്പൊ ഐഡിൽ ടൈമിന്റെ സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിൽ ടൈം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഗ്രാഫ് വരച്ചിട്ട് ഓരോ കാറ്റഗറി ഓഫ് വർക്കേഴ്സിന്റെ ഐഡിൽ ടൈമും കണ്ടെത്തിയിട്ടുണ്ട്. മെന് 160, വുമൺ 40, ബോയ്സ് 20 മണിക്കൂർ. അപ്പൊ ഐഡിൽ ടൈം വേരിയൻസ് മെന് 160 ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, വുമൺ 40 ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ബോയ്സ് 20 ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പൊ 1280 അഡ്വേഴ്സ്. ഇവിടെ ചിന്തിക്കാവുന്നതിൽ എല്ലാ അഡ്വേഴ്സ് ആണ്. 240 അഡ്വേഴ്സ്, 80 അഡ്വേഴ്സ്, ടോട്ടൽ 1600 അഡ്വേഴ്സ്. അപ്പോ ലേബർ കോസ്റ്റ് വേരിയൻസ് കാണുമ്പോൾ റേറ്റ് വേരിയൻസ് പ്ലസ് എഫിഷ്യൻസി വേരിയൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്ത് കൂടി വരും? ഐഡിൽ ടൈം വേരിയൻസും കൂടി വരും. അപ്പൊ മൂന്നും കൂടിയിട്ടാണ് ലേബർ റേറ്റ് വേരിയൻസ്. അപ്പൊ ലേബർ റേറ്റ് വേരിയൻസ് പ്ലസ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് പ്ലസ് ഐഡിൽ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു ലേബർ കോസ്റ്റ് വേരിയൻസ്. 1600 ഫേവറബിൾ, 2560 അഡ്വേഴ്സ്, 1600 അഡ്വേഴ്സ്. ടോട്ടൽ ലേബർ കോസ്റ്റ് വേരിയൻസ് 2560 അഡ്വേഴ്സ്. മിക്സ് വേരിയൻസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ അല്ലെങ്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഞാൻ നേരത്തെ പറഞ്ഞു എന്തല്ല, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ, ആക്ച്വൽ ഹവർ അല്ല ചെയ്യേണ്ടത്, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ്. അപ്പോ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ അല്ലെങ്കിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ എന്നുള്ളത് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ 1080, 540, 360. 1080, 540, 360. ആക്ച്വൽ ഹവർ അല്ല, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ 1440, 360, 180 സ്റ്റാൻഡേർഡ് റേറ്റ്. ഇപ്പൊ 2880 അഡ്വേഴ്സ്, 1080 ഫേവറബിൾ, 720 ഫേവറബിൾ. ലേബർ മിക്സ് വേരിയൻസ് 1080 അഡ്വേഴ്സ് വരും. Yield variance standard hour minus revised actual hour. Standard hour minus revised actual hour 960 minus 1080 into 8, 480 minus 540 into 6, 320 minus 360 into 4. 960 adverse, 360 adverse, 160 adverse, total 1480 adverse. അപ്പോ നമ്മുടെ മിക്സ് വേരിയൻസും yield വേരിയൻസിന്റെ ടോട്ടൽ ആണ് എന്ത്? LMV പ്ലസ് LYV ഈസ് ഈക്വൽ ടു ലേബർ എഫിഷ്യൻസി വേരിയൻസ് 2560. തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2560. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതില് മനസ്സിലാക്കാനുള്ളത് ഐഡിൽ ടൈം അല്ലെങ്കിൽ ഐഡിൽ ഹവർ വന്നു കഴിഞ്ഞാൽ, അബ്നോർമൽ ഐഡിൽ ഹവർ വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ ഹവറിൽ നിന്നും ഐഡിൽ ഹവർ മൈനസ് ചെയ്തിട്ട് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ നമ്മൾ കണ്ടെത്തണം. ലേബർ റേറ്റ് വേരിയൻസിന്റെയും ലേബർ എഫിഷ്യൻസി വേരിയൻസിന്റെയും ഐഡിൽ ടൈം വേരിയൻസിന്റെയും സമ്മറിയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. ലേബർ റേറ്റ് വേരിയൻസ് കാണുമ്പോൾ ഐഡിൽ ഹവർ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഫുൾ ഹവർ തന്നെ എടുക്കുക, കാരണം തൊഴിലാളികളുടെ പ്രശ്നം കൊണ്ടല്ല ഐഡിൽ ആയത്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വൽ ഹവറിന് പകരം ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എടുക്കുക. ലേബർ മിക്സ് വേരിയൻസ് കാണുമ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവറിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റേറ്റ് വേരിയൻസിൽ മാത്രമാണ് ആക്ച്വൽ ഹവർ ഉള്ളത്. റേറ്റ് വേരിയൻസ് അല്ലാത്ത മറ്റെല്ലാ വേരിയൻസിലും അതിന്റെ എഫക്ട് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവറിലാണ്. ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഹവറിൽ നിന്നും ഐഡിൽ ഹവർ മൈനസ് ചെയ്തിട്ടുള്ളതാണ് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. പിന്നെ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അഡ്വേഴ്സ് ആണ്. സിമ്പിൾ ആണ്, ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വേറൊരു വെറൈറ്റി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസർ മാത്രമല്ല, നമുക്ക് ചെയ്യാം. The standard labor employment and actual labor engaged in a week for a job. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ജോബാണ്, എ ജോബ്. ഇത് കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ക്വസ്റ്റിനിൽ ഔട്ട്പുട്ട് പറഞ്ഞില്ലല്ലോ സാറേ എന്നൊക്കെ പറയും. ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് എന്താ? ഒരു പണി എടുക്കാൻ വേണ്ടി ഒരു ജോബാണ്. അത് ഇത്ര എണ്ണം, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒക്കെ സാധാരണഗതിയിൽ ക്വസ്റ്റിനിൽ കാണുന്നതുകൊണ്ടൊരു കൺഫ്യൂഷൻ ആണ്.
ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഗ്യാങ് 32. നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. 32 സ്കിൽഡിലുള്ളത്. സെമി സ്കിൽഡിൽ 12, അൺസ്കിൽഡിൽ 6. ആക്ച്വൽ നമ്പർ 28, 18, 4. സ്റ്റാൻഡേർഡ് വേജ് റേറ്റ് പെർ ഹവർ ഒരു മണിക്കൂറിൽ 3, 2, 1, 4, 3, 2. അപ്പൊ ഡ്യൂറിംഗ് 40 hours വർക്കിംഗ് വിത്ത് ഗ്യാങ് പ്രൊഡ്യൂസ്ഡ് 1800 സ്റ്റാൻഡേർഡ് ലേബർ ഹവേഴ്സ് ഓഫ് വർക്ക്. കാൽക്കുലേറ്റ്. അപ്പോ ക്വസ്റ്റ്യൻ എന്താ? ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നു, അല്ലെങ്കിൽ കമ്പനി ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താണെന്ന് പറയുന്നു. എന്നിട്ട് വർക്കേഴ്സ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചേ? വർക്കേഴ്സ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 40 മണിക്കൂർ വർക്ക് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് 40 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 40 ഇൻറ്റു 32, 40 ഇൻറ്റു 12, 40 ഇൻറ്റു 6. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് 32 ഇൻറ്റു 40 ഈക്വൽ ടു 1280 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് വരത്ത്. സ്കിൽഡില് ഇത് 480 മണിക്കൂറാണ്. ഇത് 240 മണിക്കൂറാണ്. അപ്പോ 1280 പ്ലസ് 480 പ്ലസ് 240 ഇസിക്വൽ ടു ശരിക്കും പറഞ്ഞാൽ 2000 ഹവേഴ്സ് അവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവര് 1800 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട 1800 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പണിയെ തീർത്തിട്ടുള്ളൂ. എത്ര എണ്ണം തീർത്തല്ല, പണി നമുക്കൊരു ജോബ് തീർക്കാനല്ലേ പറഞ്ഞേ. ആ ജോബ് തീർന്നോ ഇല്ലയോ? ഇല്ല. ആ ജോബ് തീരാൻ വേണ്ടി 2000 മണിക്കൂറാണ് സമയം അനുവദിച്ചത്. പക്ഷെ അവര് ആ സമയം മുഴുവൻ എടുത്തു. 40 മണിക്കൂർ വർക്ക് ചെയ്തു. 40 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എല്ലാരും കൂടി 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ജസ്റ്റ് ആക്ച്വലും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 28 ഇൻറ്റു 40 എത്ര? 28 ഇൻറ്റു 40 28 ഇൻറ്റു 40 1120 ഹവർ. 18 ഇൻറ്റു 40 720 ഹവർ. 4 ഇൻറ്റു 40 160 ഹവർ. അപ്പൊ എല്ലാരും കൂടി 1120 പ്ലസ് 720 പ്ലസ് 160 2000 ഹവേഴ്സ്. 2000 ഹവർ വന്നു. 2000 ഹവർ തന്നെ വർക്കും ചെയ്തു. പക്ഷെ എത്ര ഹവറിന് തുല്യമായ വർക്കേ തീർന്നിട്ടുള്ളൂ? 1800 ഹവറിന് തുല്യമായ വർക്കേ തീർന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എണ്ണം സാധാരണഗതിയിൽ നമുക്ക് ഈ ജോബിന് പകരം പറയും 100 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം സ്റ്റാൻഡേർഡ് ആയിട്ട്, നിങ്ങൾ 90 ക്വാണ്ടിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് 100 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ 2000 മണിക്കൂർ ആണെങ്കിൽ 90 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മണിക്കൂർ എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് കാണാൻ. ഇവിടെ സ്റ്റാൻഡേർഡ് ഹവർ 1800 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് എടുക്കാം. 1800 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹവർ. അപ്പോ എന്താണ് മെന്നോ? സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. റേഷ്യോ ഇട്ടാ മതി. റേഷ്യോ ഉണ്ടല്ലോ 32:12:6. 32:12:6. അപ്പോ ഇതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ വരും? 8:3 ഇല്ല 1.5 അങ്ങനെ ഉണ്ടല്ലേ. 16:6:3. ഈ റേഷ്യോയിൽ വീതിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 1800 ഡിവൈഡഡ് ബൈ 16, 6, 22, 3, 25 ഇൻറ്റു 16. 1152 ആയിരിക്കും സ്റ്റാൻഡേർഡ്. 1800 ഹവർ അല്ല സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്തത്. അതല്ല ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നു. എല്ലാരും കൺഫ്യൂഷൻ. ഇതെന്താ ഇവിടെ ഔട്ട്പുട്ട് എവിടെയെന്നാ എല്ലാരും ചോദിക്കുക. ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. എടോ ഡയറക്ട്ലി 1800 സ്റ്റാൻഡേർഡ് ഹവറെ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പണിയെടുത്തത് 2000 ഹവറാണ് നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ 1800 തുല്യമായ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 1152 സ്കിൽഡിന്. സെമി സ്കിൽഡിനോ 1800 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 6 432 ഹവർ.
തെറ്റിയിരുന്നില്ലല്ലോ. 6×2 12 16×32 3×6 32 12 6. അൺസ്കിൽഡ് 1800 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 3 216 സ്റ്റാൻഡേർഡ്. ആക്ച്വല് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആക്ച്വൽ ഇവിടെ 1120 720 160. 1120 720 160. RSH എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ഹവർ ആൻഡ് സ്റ്റാൻഡേർഡ് റേഷ്യോ. ആക്ച്വൽ ഹവർ 2000 ആണ്. സ്റ്റാൻഡേർഡ് റേഷ്യോ 16:6:3. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. അപ്പൊ അത് സ്റ്റാൻഡേർഡും ആക്ച്വലും ഒക്കെ ഒന്നുകൊണ്ട് 1280 450 240. 1280 450 240. RSH കിട്ടി. അപ്പൊ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോയാൽ മതി. LRV ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. ഇവിടെ ഐഡിയൽ ഹവറിന്റെ കേസ് എന്ന് പറയാത്തതുകൊണ്ട് ഡയറക്റ്റ് എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 3 2 1 3 2 1. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. ആക്ച്വല് 4 3 2 4 3 2 ഇൻറ്റു ആക്ച്വൽ ഹവർ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തി 1120 720 160. ഗ്രാഫ് വരക്കുന്ന വരക്കാം കേട്ടോ, ഞാൻ പിന്നെ നേരിട്ട് പോയതാ. 1120 720 160. അപ്പൊ 1120 അഡ്വേഴ്സ്, 720 അഡ്വേഴ്സ്, 160 അഡ്വേഴ്സ്. ടോട്ടല് 1120 പ്ലസ് 720 പ്ലസ് 160 2000 അഡ്വേഴ്സ്. 2000 അഡ്വേഴ്സ്. ലേബർ റേറ്റ് വേരിയൻസ് ഓക്കെ. ഇനി ഏതാ? ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ. ഐഡിയൽ ഹവർ ഉണ്ടെങ്കിൽ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പൊ സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ കണ്ടെത്തി 1152 432 216. അപ്പൊ 1152 432 216 മൈനസ് ആക്ച്വൽ ഹവർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1120 720 160. സ്റ്റാൻഡേർഡ് റേറ്റ് 3 2 1. അപ്പൊ 1152 മൈനസ് 1120 ഇൻറ്റു 3 96 ഫേവറബിൾ. 432 മൈനസ് 720 ഇൻറ്റു 2 576 അഡ്വേഴ്സ്. 216 മൈനസ് 160 ഇൻറ്റു 1 56 ഫേവറബിൾ. അപ്പൊ 96 പ്ലസ് 56 മൈനസ് 576 424 അഡ്വേഴ്സ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് 424 അഡ്വേഴ്സ്. 2000ഉം 424 കൂടി ആഡ് ചെയ്താൽ ഇക്വേഷൻ നിങ്ങളിട്ട് നോക്കിയാൽ മതി. 2000 പ്ലസ് 424 ആഡ് ചെയ്ത് 2424 ആയിരിക്കും ലേബർ കോസ്റ്റ് വേരിയൻസ് അഡ്വേഴ്സ്. മിക്സ് വേരിയൻസോ? ലേബർ മിക്സ് വേരിയൻസ് RSH മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്.
സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. RSH നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 1250, 450, 240. 1250, 450, 240. ആക്ച്വൽ ഹവർ തൊട്ട് മുകളിലുണ്ട് 1120, 720, 160. സ്റ്റാൻഡേർഡ് റേറ്റ് 321. 1250 മൈനസ് 1120 ഇൻറ്റു 3, 450 ഫേവറബിൾ. 450 മൈനസ് 720 ഇൻറ്റു 2, 450 അഡ്വേഴ്സ്. അത് പോയി. ഇനി 240 മൈനസ് 160 ഇൻറ്റു 1, 80 ഫേവറബിൾ. ഇപ്പൊ 80 ഫേവറബിൾ ഇതന്നല്ലേ, 80 ഫേവറബിൾ. LYV സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. SM അൺസ്കിൽഡ്. സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ കണ്ടെത്തിയിട്ട് 1152, 432, 216. 1152, 432, 216 മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ 1280, 480, 240. 3, 2, 1. 1152 മൈനസ് 1280 ഇൻറ്റു 3, 384 ഫേവറബിൾ. 432 മൈനസ് 480 ഇൻറ്റു 2, 96 അഡ്വേഴ്സ് നെഗറ്റീവ്. 216 മൈനസ് 240 ഇൻറ്റു 1, 24 അഡ്വേഴ്സ്. അപ്പോ 24 പ്ലസ് 96, 72 മൈനസ് 384, 312 ഫേവറബിൾ. 312 നേരത്തെ തെറ്റുണ്ടല്ലോ. 504 അഡ്വേഴ്സാ വരുന്നത്. ലേബർ ഈൽഡ് വേരിയൻസ്. ലേബർ ഈൽഡ് വേരിയൻസ് ചെയ്താൽ തരണം 1152 മൈനസ് 1280 ഇൻറ്റു 3, 384. ഇത് ഫേവറബിൾ അല്ല, അഡ്വേഴ്സ് ആണ്. അപ്പൊ 384 പ്ലസ് 96 പ്ലസ് 24, 504. 504 അഡ്വേഴ്സ്. 504 80, 424 അഡ്വേഴ്സ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് അഥവാ ലേബർ മിക്സ് വേരിയൻസും ലേബർ ഈൽഡ് വേരിയൻസും നമ്മൾ സമ്മറി 424. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇതില് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഡയറക്ട്ലി ഒരു ജോബ് എന്നുള്ള രീതിയിലാണ് തന്നത്. എല്ലാവരും ഔട്ട്പുട്ട് തന്നിട്ടില്ല സാറേ എന്നാണ് പറയാറ്. ഇവിടെ കറക്റ്റ് ഡയറക്ട്ലി 1800 തന്നതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് 1ൽ നിന്ന് ആവശ്യം തന്നെ ഇല്ല. കാരണം 1800 നേരെ അങ്ങ് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഡയറക്ട്ലി അതിനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമ്മുടെ റേഷ്യോയില്. ഓക്കെ, ഇത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് വായിക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് കെമിക്കൽ മിക്സ്ചർ 40%, 60%. ലോസ് 10%. ചെയ്തിരുന്നു നമ്മൾ, ഇല്ലാന്ന് തോന്നുന്നു. ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളത് നോക്കിയാൽ മതി. എ എന്ന് പറയുന്ന മെറ്റീരിയൽ 40%, 4:6 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 10% ലോസ് ഉണ്ടാവും. അപ്പൊ 100 യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് 90 കിട്ടും. 10% എന്ത് വരും? ലോസ് വരും. അപ്പൊ നമ്മൾ ആ ഇത് വരക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വരക്കുമ്പോൾ എങ്ങനെ വരക്കാം?
എ ബി ഇതൊരു 40യും ഇതൊരു 60യും ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവത്തുള്ളൂ? 90 ഉണ്ടാവത്തുള്ളൂ. ഇതാണ് സ്റ്റാൻഡേർഡിന്റെ ഒരു റേഷ്യോ. 100 ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് ഇവിടെ കിലോഗ്രാം തന്നിട്ടില്ല, ജസ്റ്റ് റേഷ്യോ പെർസെന്റേജ് തന്നുള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും. നിങ്ങൾ ആ റേഷ്യോനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കിലോഗ്രാം പോലെ ചെയ്ത് നോക്കിയാൽ മതി. 40, 60, 100, 90 കിട്ടി. അപ്പൊ 90% ഔട്ട്പുട്ട് ഉള്ളൂ, ബാക്കി 10% ലോസ് പോയി. അപ്പൊ നമുക്ക് 182 കിലോഗ്രാം ആണ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നതെന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. 182 കിലോഗ്രാം പ്രൊഡക്ഷൻ. അപ്പൊ 182 കിലോഗ്രാം പ്രൊഡക്ഷൻ കിട്ടിക്കുന്നതിനുള്ള സ്റ്റെപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? 182 ഡിവൈഡ് ബൈ 90% എടുത്താൽ മതി. അപ്പൊ എത്ര ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം 202 സംതിങ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? അഥവാ 200, ഒന്നുകൂടി ജസ്റ്റ് വേണം പറയാം, 182 ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് എങ്ങനെ കിട്ടും? 90% നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ, അഥവാ 100 ഇട്ടാൽ 90 കിട്ടത്തുള്ളൂ. അപ്പൊ 182 കിട്ടാൻ എത്ര ഇടണം? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം? 100 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 182 ചെയ്താൽ മതി. 100 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 182, 202.22 ആയിരിക്കും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ. ഇതിന് നമ്മുടെ റേഷ്യോയിൽ വീതിച്ചാൽ മതി. ഏതാ റേഷ്യോ? 40:60. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർ ആക്ച്വൽ എയുടെയും ബിയുടെയും കിട്ടും. ആക്ച്വൽ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ 90ഉം 110ഉം തന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ 200 ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 200ന്റെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഇട്ടാൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഹവർ കിട്ടും, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ ആൻസർ വരുന്നത് ഈ കാണുന്നതാണ്. ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പൊ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരും. ഏകദേശം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ആയി. ലാസ്റ്റ് നമുക്ക് 2022 ചോദിച്ച, ഡിസംബറിൽ ചോദിച്ച ഒരു ലേബർ കോസ്റ്റ് വേരിയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. SBZ ലിമിറ്റഡ് മാനുഫാക്ചറിംഗ് കമ്പനി യൂസിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ആസ് ദ ഫോളോയിങ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഫോർ November 2022. പ്രൊഡക്റ്റ് എ 20,000 യൂണിറ്റ്സും പ്രൊഡക്റ്റ് ബി 40,000 യൂണിറ്റ്സും. രണ്ട് പ്രൊഡക്റ്റ്. സാധാരണ നമ്മൾ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിന്റെ കാര്യം പറയാറ്. കുറെ ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ കുറെ ടൈപ്പ് ലേബറിന്റെ കേസ് പറയും. ഇവിടെ കുറെ ടൈപ്പ് ലേബറോ മെറ്റീരിയലോ ഒന്നുമില്ല. രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. 20,000, 40,000 ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹവർ റെപ്രസെന്റ് 10 യൂണിറ്റ്സ് ഓഫ് എ. ഒരു മണിക്കൂറിൽ 10 എയും 8 ബിയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മണിക്കൂറിൽ 10 എ, അപ്പൊ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2000 മണിക്കൂർ. ഒരു മണിക്കൂറിൽ 8 ബി, അപ്പൊ 40,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ബി വേണം? 40,000 ഡിവൈഡഡ് ബൈ 8, 5,000 അല്ലെ? ദ സ്റ്റാൻഡേർഡ് വേജ് റേറ്റ് പെർ ഹവർ ഈസ് 0.5. കൂലി 50 പൈസ ആണ് കൊടുക്കുക. അങ്ങനെ 7,500 മണിക്കൂർ പണിയെടുക്കുകയും 60 പൈസ വെച്ച് കൂലിയും കൊടുത്തു. ഈ 7,500 മണിക്കൂറിൽ നേരത്തെ പറഞ്ഞ ഐഡിൽ ഹവറിന്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. 7,500 മണിക്കൂറിൽ 350 മണിക്കൂർ എന്ത് പറ്റിയിട്ടില്ല? അബ്നോർമൽ ഐഡിൽ ടൈമാ, എന്തോ അൺബഡ്ജറ്റ്, നമ്മൾ കണക്ക് കൂട്ടാത്തൊരു ഹോളിഡേ വന്നുപോയി, നമ്മൾ വിചാരിക്കാത്തൊരു സമയനഷ്ടം വന്നുപോയി. അപ്പൊ അബ്നോർമലായി. ആൻഡ് ഓൾസോ ലോസ് ഓഫ് പ്രൊഡക്ഷൻ 250 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എ ഡ്യൂ ടു മെഷീൻ ബ്രേക്ക് ഡൗൺ. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഒരു 250 യൂണിറ്റിന്റെ പ്രൊഡക്റ്റ് എ എന്ത് ചെയ്തു? അത് നഷ്ടപ്പെട്ടും പോയി. അപ്പൊ പ്രൊഡക്റ്റ് എ 20,000 യൂണിറ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് 10 പ്രൊഡക്റ്റ് എക്ക് ഒരു മണിക്കൂറാണ് വേണ്ടത്.
അപ്പൊ 250 പ്രൊഡക്റ്റ് ചെയ്യാൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ പോയിട്ടുണ്ട് അവിടെ? ഡിവൈഡ് ബൈ 10, 25 മണിക്കൂർ, 25 ഹവർ പോയിട്ടുണ്ട്. അപ്പൊ 350 ഹവർ ഹോളിഡേ വന്നിട്ട് പോയി. 250 യൂണിറ്റ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയിട്ടുമില്ല വേറൊരു പ്രശ്നം കൊണ്ട്. അപ്പൊ 250 യൂണിറ്റ് പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മണിക്കൂറിൽ 10 എ പ്രൊഡ്യൂസ് ചെയ്യുമ്പം 250 യൂണിറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് 25 മണിക്കൂർ പോയി എന്നല്ലേ? അപ്പൊ 25ഉം 350, 375 ഹവർ ആണ് ഐഡിയൽ ആയിട്ട് വന്നിട്ട്. അപ്പൊ 7500 7,500 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഹവർ ആണ്. അതിൽ 375 ഹവർ കഴിഞ്ഞാൽ ബാക്കി 7,125 ഹവർ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ആണ്. ഞാൻ ഈ സെഷന്റെ ഫസ്റ്റ് പറഞ്ഞു, ഐഡിയൽ ഉണ്ടെങ്കിൽ ആക്ച്വൽ ഹവർ നമുക്ക് കിട്ടണം, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ നമുക്ക് കിട്ടണം. ആക്ച്വൽ പ്രൊഡക്ഷൻ 24,000, 38,000. അപ്പൊ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ എത്ര? അപ്പൊ ഫസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ലേബർ റേറ്റ് വേരിയൻസ് 750 ആണ് LRV അഡ്വേഴ്സ്. ITV 187.5 ITV ഐഡിൽ ടൈം വേരിയൻസ്. ജസ്റ്റ് നോട്ട് ചെയ്ത് എന്താ വെച്ചാല് നമുക്കിത് മായ്ച്ചിട്ട് ഒന്നുകൂടി ചെയ്യാം. ലേബർ എഫിഷ്യൻസി വേരിയൻസ് 12.5 LEV, ഇതിന് നേരെ എഴുതിയാ പോരല്ലേ. ലേബർ റേറ്റ് വേരിയൻസ് 750 അഡ്വേഴ്സ്. ലേബർ ഐഡിൽ ടൈം വേരിയൻസ് 187.5 അഡ്വേഴ്സ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് 12.5 ഫേവറബിൾ. ലേബർ ടോട്ടൽ വേരിയൻസ്, കോസ്റ്റ് വേരിയൻസ് മിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. LMV 925 അഡ്വേഴ്സ്. കാണാൻ പറഞ്ഞിട്ടില്ല. LYV LYVയുടെ കേസില്ല. ഓക്കെ, നോക്കാം. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം ചിന്തിക്കേണ്ടത്, കുറെ ഒന്നിൽ കൂടുതൽ കാറ്റഗറി ഓഫ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ഒറ്റ കാറ്റഗറി ലേബർ ഉപയോഗിച്ചുകൊണ്ട് ലേബർ വന്നിട്ട് 2 പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊഡക്റ്റ് 20,000 യൂണിറ്റ്സും സ്റ്റാൻഡേർഡ് പറഞ്ഞത്. പ്രൊഡക്റ്റ് ബി 40,000 യൂണിറ്റ്സും ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹവർ എത്ര ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഹവർ എത്ര വെച്ചാൽ ഇതിന്റെ ഹവർ പറയുന്നത് 10 യൂണിറ്റ്സ് പെർ ഹവർ, 8 യൂണിറ്റ്സ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ 8 ബിയും ഒരു മണിക്കൂറിൽ 10 എയും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ആക്ച്വൽ എന്താ സംഭവിച്ചേ? എ ബി 24,000 യൂണിറ്റ്സ് എയും, ക്വസ്റ്റ്യനിലുണ്ട് ലാസ്റ്റ് ഉണ്ട് 38,000 യൂണിറ്റ്സ് ബിയും. അപ്പൊ എത്ര ഹവർ വന്നു? അപ്പൊ ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് ആണെങ്കിൽ 2,400 ഹവർ സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് ഫോർ ആക്ച്വൽ 24,000 ഡിവൈഡ് ബൈ 10. ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് ആകുമ്പം 2,400 മണിക്കൂറിൽ എടുക്കാൻ പറ്റുള്ളൂ 24,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇതെത്ര വരിക? 3,800 ഡിവൈഡഡ് ബൈ 38,000 ഡിവൈഡ് ബൈ ഒരു മണിക്കൂറിൽ 8 പറഞ്ഞ. അപ്പൊ 38,000 ഡിവൈഡ് ബൈ 8 4,750 ഹവർ. അപ്പൊ ടോട്ടൽ എത്ര മണിക്കൂർ എടുക്കാം ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ? 4,750 പ്ലസ് 2,400, 7,150 ഹവേഴ്സ് എടുക്കും. ആക്ച്വലി എത്ര എടുത്തു? 7,500 ഹവേഴ്സ് എടുത്തു ആക്ച്വൽ ഹവർ. അപ്പോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ഹവർ
7500 ഹവർ ക്വസ്റ്റ്യനിലുണ്ട്. ഐഡിൽ ഹവർ ഒരു 375 ഉണ്ട്, പ്ലസ് 250 യൂണിറ്റ് എ ഡിവൈഡ് ബൈ 10. ഒരു എക്ക് 10 ഹവർ ആണല്ലോ, ഒരു ഹവറിൽ 10 യൂണിറ്റ് എ ആണല്ലോ. അപ്പോ ഇത്രയും ഹവർ എക്ക് ഐഡിലുണ്ട്. അപ്പൊ മൊത്തം 375 അല്ലെ 350, 375 ഹവർ ഐഡിൽ വരും. ഈ സംഗതി മനസ്സിലായില്ലേ? 250 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നഷ്ടപ്പെട്ടത് എയുടെ അബ്നോർമൽ ഐഡിൽ സിറ്റുവേഷൻ കൊണ്ട്. അപ്പോ 10 യൂണിറ്റ് ആണ് ഒരു എ ഉണ്ടാക്കാൻ, ഒരു ഹവറിൽ 10 യൂണിറ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ 250 യൂണിറ്റ് നഷ്ടപ്പെടുമ്പോ എത്ര മണിക്കൂർ നഷ്ടപ്പെട്ടിട്ടുണ്ട്? 25 മണിക്കൂർ നഷ്ടപ്പെട്ടുകൊണ്ടാണ് 250 യൂണിറ്റ് നഷ്ടപ്പെടുന്നത്. ടോട്ടൽ 375 ഹവറാണ് ഐഡിൽ ഹവർ. അപ്പൊ ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ എന്ത് വരും? 7500 മൈനസ് 375. 7500 മൈനസ് 375, 7125 ഹവർ. ആക്ച്വൽ കിട്ടി, സ്റ്റാൻഡേർഡ് കിട്ടി. ആക്ച്വലും സ്റ്റാൻഡേർഡ് ഒക്കെ കിട്ടിയപ്പോ നമുക്ക് എന്ത് ചെയ്യാം? LRV, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് ക്വസ്റ്റ്യനിൽ 50 പൈസ പറയുന്നുണ്ട്, ആക്ച്വൽ റേറ്റ് 60 പൈസ എന്നും പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് 0.5, ആക്ച്വൽ റേറ്റ് 0.6. അപ്പൊ 0.5 മൈനസ് 0.6 ഇൻറ്റു 7500, 750 അഡ്വേഴ്സ്. സിമ്പിൾ ആണോ? എക്സാമിന് 8 മാർക്കിന് വെച്ചോ. 750 അഡ്വേഴ്സ്. ഐഡിൽ ടൈമോ? ITV, ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിൽ ടൈം നമ്മളിവിടെ 375 കണ്ടെത്തിയിട്ടുണ്ട്. 375 ഇൻറ്റു 0.5, 187.5. ഐഡിൽ ടൈം വേരിയൻസ് ഈസ് ഓൾവേസ് അഡ്വേഴ്സ്. അപ്പൊ അതും നമുക്ക് കിട്ടി. ലേബർ എഫിഷ്യൻസി വേരിയൻസ് LEV, സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ഐഡിൽ ടൈം ഉണ്ടെങ്കിൽ ആക്ച്വൽ ഹവർ അല്ല, ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് ഹവർ എത്രയാ? തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാ സ്റ്റാൻഡേർഡ് ഹവർ? ഇത് എങ്ങനെ? 24,000 എണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു മണിക്കൂറിൽ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ 2400 ഹവർ മതി. പറഞ്ഞ പ്രകാരം 38,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു മണിക്കൂറിൽ 8 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ 4750 ഹവർ മതി ബിക്ക്. ടോട്ടൽ 7150 ഹവർ മതി. അപ്പൊ 7150 ഹവർ ഇൻറ്റു മൈനസ് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ. ആക്ച്വൽ ഹവറിൽ നിന്നും ഐഡിൽ ഹവർ മൈനസ് ചെയ്ത് ആക്ച്വൽ പ്രൊഡക്റ്റീവ് ഹവർ വന്നിട്ടുണ്ട് 7125 ഇൻറ്റു 0.5. 7150 മൈനസ് 7125 ഇൻറ്റു 0.5, 12.5. 12.5 ഫേവറബിൾ. അപ്പം മൂന്നും കൂടി കൂട്ടിയാല് 750 അഡ്വേഴ്സ് പ്ലസ് 187.5 അഡ്വേഴ്സ് മൈനസ് 12.5, 925 ലേബർ ടോട്ടൽ വേരിയൻസ്. മിക്സ് വേരിയൻസും ഈൽഡ് വേരിയൻസും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം മിക്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. 925 ലേബർ ടോട്ടൽ വേരിയൻസ്. മിക്സ് എപ്പോൾ ഉണ്ടാവാം? നമ്മുടെ ഈ സംഗതി നോക്കിയാൽ മതി.
ഇത് ഒരു കാറ്റഗറിയിൽ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. മിക്സ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാ, കുറെ കാറ്റഗറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് മിക്സിന്റെ കാര്യം പറയാം. ഓക്കെ, മിക്സ് ഇല്ല, ലേബർ കോസ്റ്റ് വേരിയൻസിൽ മൂന്നും കൂടി കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ലേബർ ടോട്ടൽ വേരിയൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. എങ്ങനെയാ ഇക്വേഷൻ അറിയാലോ, സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ലേബർ കോസ്റ്റ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഹവർ നമ്മൾ പറഞ്ഞു 7150 ഇൻറ്റു 0.5 മൈനസ് ആക്ച്വൽ ഹവർ 7500. പ്രൊഡക്റ്റീവ് അല്ലേ, ഇതിൽ ആക്ച്വൽ ഹവർ ഫുൾ എടുക്കുക, ഇൻറ്റു 0.6. അപ്പോൾ 7150 ഇൻറ്റു 7150 ഇൻറ്റു 0.5, 3575 മൈനസ് 7500 ഇൻറ്റു 0.6, 4500. 3575 മൈനസ് 4500, 925 അഡ്വാൻസ് നമുക്ക് കിട്ടി. നമ്മൾ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട് 925 അഡ്വാൻസ്. ഇതേപോലത്തെ എക്സാം എനിക്ക് തോന്നുന്നു 2024 ചോദിച്ചിട്ടുണ്ടായെന്ന് തോന്നുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോ 2022 ചോദിച്ചാണ് ഇതുപോലെ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. സിംപ്ലി ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് നേടാൻ പറ്റുന്നതാണ്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 15 മിനിറ്റ് 14.5 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത്രയൊന്നും സമയം എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോ ലേബർ കോസ്റ്റ് വേരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതില് ഐഡിൽ ടൈം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സുകൾ ഇതിന് തുടർന്ന് വരുന്നതായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.